എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ബ്രാൻഡ് നോക്കിയിട്ടും അങ്ങനെ നോക്കിയിട്ടും അല്ലാണ്ട് പ്രൈസ് നോക്കിയിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണ്. എസ്പെഷ്യലി നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പോൾ അതിൽ പല മേക്കപ്പ് പ്രോഡക്ട്സും എന്താണ് നമുക്ക് വേർത്തായി തോന്നാറില്ല. ചിലപ്പോൾ നമ്മൾ നല്ല എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും വേർത്തായി തോന്നില്ല. അതേസമയം ചിലത് നല്ല വേർത്തായി തോന്നുന്നുണ്ട്. അങ്ങനെ വേർത്തായിട്ട് തോന്നാത്ത കുറച്ച് പ്രോഡക്ട്സ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ഓക്കെ, കമോൺ. സോ നമ്മളെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു നമ്മൾ ഗുഡ് വൈബ്സിൻ്റെ ഒരു നൗറിഷിങ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്. സോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ യൂസ് ആക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഈവൻ നമ്മൾ ഹെയർസ് ഉണ്ടല്ലോ, ഫേസിലെ ഹെയർസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഞാനത് യൂസ് ആക്കല്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഡ്രൈ ആക്കണം. ശരിക്കും നമുക്ക് നമ്മളെ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നല്ല മോയ്സ്ചറൈസ് ആയിട്ടാണ് വേണ്ടത്. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആക്കണം. പിന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഭയങ്കര ഒരു ഡ്രൈ പോലെ ഫീൽ ചെയ്യുക. നമുക്കൊട്ടും കംഫർട്ടായിട്ട്. ഇനി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം ഇനി അതിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ എന്നറിയില്ല, എനിക്കൊട്ടും ഇത് വേർത്ത് ആയിട്ട് തോന്നിയിട്ടില്ല. മെയിൻലി ഗുഡ് വൈബ്സിൻ്റെ അലോവേര ജെല്ല് അത്യാവശ്യം ഐ തിങ്ക് ഒരു 250 270 എങ്ങാനുള്ളൂ. ബട്ട് ഇറ്റ്സ് നോട്ട് വർത്തി ടു മീ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ആൽപ്സിൻ്റെ ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. എനിക്ക് തോന്നുന്നു ഞാനൊരു 4 കുപ്പിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മളെ ഹെയർ ഗ്രോ ചെയ്യും. നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിതിൻ്റെ യൂസ് എന്ന് നിർത്തുന്നോ അന്നത്തോടെ നമ്മളെ ഹെയർ എന്ത് ചെയ്യും, കൊഴിയാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്. സോ നമുക്ക് ലൈഫ് ലോങ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് യൂസ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അല്ല, നമ്മൾ ഡെയിലി യൂസ് ആക്കാതെ ഒരു ടൈമിൽ നമ്മളിത് നിർത്തുകയാണെങ്കിൽ നമ്മളെ മുടി നന്നായിട്ട് ഇത് കൊഴിയും. സോ ഞാൻ ഒരിക്കലും ഇത് ഇനി റെക്കമെൻഡ് ചെയ്യില്ല. എനിക്കൊട്ടും വേർത്തിയായിട്ട് തോന്നിയില്ല. ഞാൻ അപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ട്. എൻ്റെ മുടി ഓൾറെഡി കൊഴിഞ്ഞിട്ടാണ് ഇതുകൂടി ഉപയോഗിച്ച് നിർത്തിയപ്പോൾ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. മാമഅർത്തിൻ്റെ ഹണി മലായ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഒരു സുഖമില്ലാത്തൊരു സ്മെല്ല്, ഒരു വൃത്തിയായിട്ട സ്മെല്ലാണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഫേസിൽ പിമ്പിൾ ഉണ്ടാകും. അതിന് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കിത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഒട്ടും സുഖമായി തോന്നിയില്ല. പിന്നെ ഫേസിൽ ഇടയ്ക്കിട്ട് ഇങ്ങനെ റാഷസ് ഉണ്ടാവും. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് നമുക്ക് ചൊറിയും. അപ്പം ഇത് ഞാൻ ഇതേമാതിരി ഒരു ഇൻഫ്ലുവൻസറിൻ്റെത് കണ്ടിട്ട് ഒരു യൂസ് ആക്കിയിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് യൂസ് ആക്കിയൊരു സാധനമാണ്. ഇത് ഹണി മലായി ആണ് കേട്ടോ. ബട്ട് ഇറ്റ്സ് നോട്ട് വർത്തി. നമ്മൾ ഫേസിനൊട്ടും നല്ലതല്ല. മോയ്സ്ചറൈസിങ് ആണ്, ബട്ട് എന്തല്ല, ഇത് നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് റാഷസൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിത് ഒരിക്കലും എനിക്കൊരു വർത്തായിട്ട് ഇത് ഫീൽ ആയിട്ടില്ല. ഇതെന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു മേക്കപ്പ് എസെൻഷ്യൽ ആയിട്ട് ഇതൊരു കൈൻഡ് ഓഫ് ലിക്വിഡാണ് കാണുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളിയാട്ടോ, 7 എങ്ങാനാണ് കണ്ടോ. ഇതിൻ്റെ ബ്രഷ് അടിപൊളിയാണ്. ആൻഡ് ഇതിൻ്റെ ലുക്ക് വൈസിലൊക്കെ ഇത് അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ ലിപ്പ് ഉണ്ടല്ലോ നന്നായിട്ട് ഡ്രൈ ആവും. അതായത് ഇപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മളെ ലിപ്പ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കാണാൻ ഭംഗിയുണ്ടാവും. ബിക്കോസ് ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളിയാണ്. ബട്ട് അല്ലാത്ത പക്ഷം ഇതിൻ്റെ യൂസ് നമ്മളെ ലിപ്പിന് ഒട്ടും വേർത്തിയല്ല. ഓൾറെഡി എൻ്റെ ലിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലിപ്പാട്ടോ. അപ്പോൾ ആ ലിപ്പിൽ ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതോടുകൂടി കൂടുതൽ ഡ്രൈ ആവാണ്. ഇനി അല്ലാത്തുള്ള നോർമൽ ലിപ്പിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇൻസൈറ്റിൻ്റെ ആണ് ലിപ് ക്രീമാണിത്. പക്ഷെ ഇതൊട്ടും ഓക്കെ അല്ല. ഇതൊരു ഓക്കെ പ്രൊഡക്റ്റ് കൂടിയല്ല. കാരണം നമ്മുടെ ലിപ്പ് നന്നായിട്ട് ഡ്രൈ ആവും. നമ്മളിത് വാങ്ങുന്നത് ഒട്ടും വേർത്തിയല്ല. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വേറെ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ആക്കുകയാണെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതൊരു ഓയിലായി ഫീൽ ചെയ്യും. അല്ലാത്ത പക്ഷം ഇത് ഭയങ്കര ഡ്രൈ ആണ്. നമ്മുടെ ലിപ്പിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടും വേർത്തിയല്ല.
ഒട്ടും വൃത്തിയില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാം, എൻവൈബന്റെ 3-in-1. ഇതിൽ മോയ്സ്ചറൈസർ ഉണ്ട്, അതുപോലെ തന്നെ ഹൈലൈറ്റർ ഉണ്ട്, ആൻഡ് ടോണർ ഒക്കെ ഉള്ളതാണ്. ഇതിന്റെ പിങ്ക് വരുന്നുണ്ട്, ആൻഡ് ഇതോ അതുപോലെ തന്നെ ഇതിന്റെ ഒരു യെല്ലോയും വരുന്നുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ ചീക്സിൽ, അതുപോലെ നമ്മളെ നോസ്, നമ്മളെ ഫോർഹെഡിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ഫേസ് പെട്ടെന്ന് ഡള്ളാവും ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ വേറെ വലിയൊരു ഡീമെറിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് യൂസ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫേസിൽ ഇതുപോലെ ഒരുപാട് പിമ്പിൾസ് വരും. അത് ഭയങ്കര പ്രശ്നമാണ്, പിമ്പിൾസ് വരുന്നത്. പിമ്പിൾസ് വരിക മാത്രമല്ല, അതിങ്ങനെ ചെറിയ 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 പിമ്പിൾസ് ആയിരിക്കും. നമുക്കിങ്ങനെ ഭംഗിയുള്ള പിമ്പിൾസ് പോലെയല്ല വരാം. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭാഗം മുഴുവൻ ഇപ്പം നമ്മളിത് അപ്ലൈ ചെയ്ത് എവിടെയാണല്ലോ അവിടെ എല്ലായിടത്തും കൂടി എന്ത് ചെയ്യും, ഇതിങ്ങനെ തരി പോലെ. അപ്പം ഞാനിതൊരു 1 വീക്കൊക്കെ ഡെയിലി യൂസ് ആക്കി നമ്മൾ പുറത്തു പോകുന്ന സമയത്തും. ബട്ട് എന്താണ്, ഈ സ്ട്രോപ്പ് ക്രീം ഒട്ടും ഓക്കെ അല്ല. നമ്മളെ ഫേസിന് അത്ര ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന അത്ര ഓക്കെ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊരു ആവറേജ് തോന്നിയിട്ടുള്ളൂ, ആവറേജ് പ്രൊഡക്റ്റ്. ഞാൻ അപ്പോൾ ഇത് യൂസ് ആക്കലില്ല കേട്ടോ. ഇനി ഇതിൻ്റെ പിങ്ക് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ എല്ലോ ഇതിനാണെങ്കിലും അടിപൊളിയാണോ എന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും എനിക്ക് വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഞാൻ കുറേ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. ഇത് കൺസീലർ പാലറ്റ്. ഇതിൽ കൺസീലർ ഉണ്ട്, കറക്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടോർ ഒക്കെ ഉണ്ട്. ഇതിന്റെ മെയിൻ പ്രശ്നം ഞാൻ സെലക്ട് ചെയ്തതിന്റെ പ്രശ്നമുണ്ട്. അതായത് ഇതിൽ ഫുള്ള് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ കോണ്ടോർ ചെയ്യണമെങ്കിൽ കുറച്ച് ഡാർക്ക് വേണമല്ലോ, അത് ഇതിനില്ല. മെയിൻ ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തൊന്ന അതാണ്. പിന്നെ ഇതിന്റെ കറക്റ്ററൊക്കെ അടിപൊളിയാണെങ്കിലും നമ്മളത് കുറേ നേരം നിൽക്കില്ല. നമ്മളെ ഫേസിൽ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, ഓയിലി ആയിട്ട് അത് വെറ്റായിട്ട് അത് ഒലിച്ചിറങ്ങും. ഇപ്പൊ നമ്മൾ കൺസീലറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഇത് ചെയ്യുമല്ലോ, ഇപ്പൊ നമ്മൾ കുറേ ആകുമ്പോൾ എന്ത് ചെയ്യും, വിയർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ് ആക്കാൻ പറ്റൂല. കാരണം അവിടെ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കുമ്പോഴത്തേന് അവിടെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണും, ബാക്കിയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീരെ ആവില്ല, കുറേ അപ്ലൈ ചെയ്താൽ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് വെറ്റോ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലാണല്ലോ നമ്മളെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഐലൈനറൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഐലൈനറൊക്കെ പൊട്ടിപ്പാളിച്ച് നമ്മളെ മുകളിൽ വികൃതാക്കി തരും. ഒട്ടും വർത്തായിട്ട് എനിക്ക് തോന്നി. അടുത്തെന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ തന്നെ നമ്മളൊരു ഹൈലൈറ്റർ ആണ്. ഈ ഹൈലൈറ്റർ അല്ലാതെ വേറെ ഹൈലൈറ്റർ ഞാനിപ്പോൾ യൂസ് ആക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു ടൈമിൽ വാങ്ങിയാണ്. ഇതിനൊക്കെ പ്രൈസ് റേഞ്ച് കുറച്ച് കുറവാണ്, 120, 130 ഉള്ളൂ ഹൈലൈറ്ററിന്. ഇതിനി അത്ര പ്രൈസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ നമ്മളിവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കട്ട് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്ക് ഒരിക്കലും അത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എന്തില്ല സ്പ്രെഡ് ആവില്ല, ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉള്ളതാണ് നമ്മൾ അറിയാം. അപ്പോൾ മിററിൽ നോക്കുമ്പോൾ നമുക്ക് അത് അറിയാൻ കഴിയില്ല. പുറത്ത് പോകുമ്പോൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് അങ്ങനെ. നമ്മൾ പുറത്ത് പോകുമ്പോൾ വരും എന്തെവിടെ കട്ട് കുത്തിക്കണേ, എന്താ ഇവിടെ നിന്ന്, അപ്പോഴുള്ളൂ നമ്മൾ ഇതെന്താണ് നമ്മളെ മുഖത്ത് സ്പ്രെഡ് ആയിട്ടില്ല എന്നൊരു. സോ എനിക്കതൊരു വർത്തായിട്ട് തോന്നിയിട്ടില്ല. ഇതെന്ന് പറയുന്നത് നമ്മളെ സാൻഫിൻ്റെ ആണ്. ഇത് ഒരു സ്ക്രബ്ബറും അതുപോലെ തന്നെ ഒരു ക്രീമാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷം ക്രീം യൂസ് ആക്കാം, ക്രീം ചെയ്തതിന് ശേഷം സ്ക്രബ് യൂസ് ആക്കാം. ഇത് നമ്മളെ അണ്ടർ ആംസിലൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നവും സ്മെല്ലില്ലാത്തൊരു പ്രശ്നമല്ല. പക്ഷെ അല്ലാത്ത പക്ഷം ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്താലും നമ്മളെ അണ്ടർ ആംസിലുള്ള ബ്ലാക്ക് കളർ ഒന്നും പോകില്ല കേട്ടോ. വെറുതെ വാങ്ങുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ അതൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെന്ന്. വേറെ കുറേ സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അത്രയും എഫക്റ്റീവ് സാൻഫേ ആവുന്നില്ല. ഇതിൽ ലാക്റ്റിക് ആസിഡും റെറ്റിനോളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ക്രീമിൽ എന്ന് പറയുന്നതിലും ബട്ടറും അലോവേര ജെല്ലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി ഒപ്പാണ് നമ്മൾ യൂസ് ആക്കില്ല, ഇതിൽ എഴുതിയിട്ടില്ല അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും യൂസ് ആക്കിയിട്ട് എനിക്കൊന്നൊരു 1 മന്തിൻ്റെ അടുത്ത് ഞാൻ ഇത് യൂസ് ആക്കിയിട്ടുണ്ട്. ബട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് അത് യൂസ് ആക്കുന്ന സമയത്ത് ചെറിയ ലൈറ്റിങ് ഉണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിർത്തിയാൽ ഓവർ ഡാർക്കാവും, അതായത് ആദ്യം ഉള്ളതിനേക്കാളും ഡാർക്കാവും. സോ എനിക്കിതൊരു വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതൊരു ലിപ്സ്റ്റിക്കാണ്, സ്റ്റിക്കല്ല, ലിപ് ലിക്വിഡ്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള സംഭവം എന്താ പറയുക, ഇതിൻ്റെ ബ്രഷ് ഉണ്ടോ, ബ്രഷും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഷെയ്ഡും അടിപൊളി ഷെയ്ഡാണ്, മസ്റ്റ് ട്രൈ ഷെയ്ഡാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്താ പറയുക, ഇത് നമ്മൾ യൂസ് ആക്കി തുടങ്ങുന്ന സമയത്തില്ലേ നമ്മൾ ചുണ്ട് നീറാൻ തുടങ്ങും. അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് യൂസ് ആക്കുന്നത് മുതൽ നമ്മൾ ചുണ്ട് ഭയങ്കരമായിട്ട് നീറ്റൽ തുടങ്ങും.
അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചുണ്ടതൊക്കെ യൂസ് ആക്കിയിട്ട് നേറുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വേർത്തല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമുക്കിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംഫേർട്ട് കിട്ടണമല്ലോ, ആ കംഫേർട്ട് കിട്ടലില്ല. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നമ്പർ 1 ആണ്. പ്ലം ഐസിഡ് മോശം നമ്പർ 1 ആണ്. ഇതിൻ്റെ ഈ ഷെയ്ഡ് ഞാൻ വേറെ ലിപ്സ്റ്റിക്കിൽ വാങ്ങിയിട്ടുണ്ട്. ബട്ട് സുഡിയോന്നൊന്നും ഒരിക്കലും കോസ്മെറ്റിക്സ് എടുക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഒന്നാമത്തെ പ്രൈസ് റേഞ്ച് കുറവായിരിക്കും. പിന്നെയെന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല, കാരണം അതുപോലെ നമ്മൾ നിർബന്ധിപ്പിച്ച് എടുക്കുന്നതല്ലല്ലോ. അപ്പോൾ ഒരു ആവറേജ് ആണ്. ഇത് 100 കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഗ്ലോസും വാങ്ങുന്നു, ലിപ് ഗ്ലോസ്. അതിൻ്റെ അവസ്ഥ തന്നെയാണ്, അതിവിടെ കാണാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ സുഡിയോത്തെ ഈ ലിക്വിഡ് ഞാൻ വാങ്ങിയിട്ടുള്ള മാസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. 105 ക്രീമി ബീജാണ് ഇതുള്ളത്. ഇത് 2-in-1 ആണ്. സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ്. സൂപ്പർ സ്റ്റേ അല്ല, ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടോ. സൂപ്പർ സ്റ്റേ ആണ്. അത് വിയർത്തൊരു ഭാഗത്തേക്കണം. ഇതിൻ്റെ പ്രശ്നം ഒന്നാമത് ഇതിൻ്റെ ഷെയ്ഡല്ല, അതാണ് മെയിൻ പ്രശ്നം. അതിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. ഞാൻ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഷെയ്ഡ് എടുക്കേണ്ടിയിരുന്നു. 2 എന്ന് പറയുന്നത് ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് അടക്കുക. ഒരു HD ഫിനിഷിങ് തരുമെന്ന് പറയുന്നുണ്ട്. ബട്ട് നമ്മളിത് തീരെ നമ്മൾ ഫേസിൽ അപ്ലൈ ആവില്ല. ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഇങ്ങനെ മുഖത്ത് കിടക്കും. ആൻഡ് പുറത്തുള്ളവർക്ക് ശരിക്കും മനസ്സിലാവും നമ്മൾ നല്ല പൊട്ടിട്ട് നിറച്ചിട്ടുണ്ടെന്ന്, കുറച്ച് അധികം ഉണ്ടെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഒന്ന് ഇതിൻ്റെ ഷെയ്ഡിന് അടുത്ത് ശരിയല്ല. 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ ശരിയല്ല. ഒരു ആവറേജ് ആണ്. ഒരു 10-ൽ 4-3 ആ ഒരു റേഞ്ച് ഉള്ളൂ ഇതിന്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 300-400 ഒക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ് കുഴപ്പമില്ലാത്ത പ്രൈസ് ഉണ്ട്, ബട്ട് നോട്ട് വർത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് നമ്മളെ ഹെൽത്തി ബ്രൈറ്റ് വാസ്ലിൻ്റെ ഗ്ലൂട്ടായി. ഞാൻ ഇതിൻ്റെ ഭയങ്കര ഫാനാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് യൂസ് ആക്കുന്നത്. ഇത് ആസ് എ ലോഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് 101% യൂസ് ആക്കാം. നമ്മളെ കയ്യിലും കാലിലൊക്കെ നല്ല റിസൾട്ടാണ്. ബട്ട് ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സ് കണ്ടിട്ടുണ്ട്, അവർ ഫേസിൽ ഇത് യൂസ് ആക്കുക, ഇത് ഭയങ്കര ഗുഡാണ്, നമ്മളെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയി വെക്കും എന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ. ഇത് യൂസ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് വരും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിന് പറ്റാത്തതാണെങ്കിൽ നമുക്ക് അലർജിറ്റിക് പോലെ ചെറിയ പിമ്പിൾസ് വരും. അതുപോലെ ഒരുപാട് പിമ്പിൾസ് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ആസ് എ ലോഷനായിട്ടാണ് യൂസ് ആക്കുന്നത്. ഞാൻ ഇതുപോലെ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കണ്ടിട്ട് ഞാനിത് നമ്മളെ ഫേസ് മോയ്സ്ചറൈസർ പോലെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്തുണ്ടായതെന്ന് അറിയോ, നമ്മളെ ഫേസിൽ ഇപ്പം ഞാനന്ന് രാവിലെ ഞാൻ അപ്ലൈ ചെയ്ത് രാത്രി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റ സമയത്ത് ഒരുപാട് റാഷസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് നല്ല ഇച്ചിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫേസിൽ ഇതൊരിക്കലും യൂസ് ആക്കരുത്. ആസ് എ ലോഷൻ ഇത് അടിപൊളിയാണ്. ഇതിൽ ഗ്ലൂട്ടാഗ്ലോ ഉണ്ട്, ഈ പറഞ്ഞ മാതിരി നിയാസിനമൈഡൊക്കെ ഉണ്ട്. നമ്മൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും, കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെ കൂടും. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഒരു പിങ്ക് കൂടി ഉണ്ടെന്ന്, അത് ഞാൻ യൂസ് ആക്കിയിട്ടില്ല. ഇതെന്തായാലും ഫേസിൽ യൂസ് ആക്കാൻ പറ്റില്ല, നമ്മളെ ബോഡി പാർട്സിൽ അടിപൊളി. ഇതെന്ന് പറയുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബ്രഷാണ്. ഇതിൽ നമ്മൾ ഈ ഒരു ബ്രഷ് മെയിനായിട്ട് എനിക്ക് ഇതിൻ്റെ ഫാൾട്ടായി തോന്നിയത് ഇതിൻ്റെ സൈസിൻ്റെ പ്രശ്നമാണ്. സൈസൊന്നും അടിപൊളിയല്ല. പിന്നെ ഇത് അടിപൊളിയാണ്, ഇതിന് യൂസ് ആക്കാൻ അടിപൊളി. ഇതിനുള്ള എനിക്ക് വേർത്തായി തോന്നിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളൊക്കെ സെയിം പേർപ്പസാണ് ഇതുകൊണ്ടൊക്കെ ഉള്ളത്. ഇതൊക്കെ നമ്മൾ ഐലാഷസ് വരക്കാനും ഷേപ്പ് ചെയ്യാനും സ്മഡ്ജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ആയിട്ടാണ്. ആൻഡ് ഇതിൻ്റെ എങ്ങനെയാണെന്ന് അറിയാം, ഇപ്പം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ വരക്കൂലേ, ആ സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഭാഗത്ത് മാത്രം ഫൗണ്ടേഷൻ ആയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താ എഡ്ജസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബ്രഷൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ ഇനി ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലും കിട്ടുക ഞാൻ അയക്കാം. ഒരു 300, 400, 500 റേഞ്ചിലൊരു ബ്രഷുണ്ട്. ഡുവൽ സൈഡാണ്. അപ്പോൾ ഡബിൾ സൈഡ് നമുക്ക് യൂസ് ആക്കാം. അതൊക്കെ വാങ്ങാം. നമ്മൾ ബ്രഷൊക്കെ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ലത് വാങ്ങാം. ഇങ്ങനെ ലോ പ്രൈസിൽ കുറേ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ യൂസ് ആക്കിയാൽ അത് നമുക്ക് എന്താണ് നഷ്ടമാണ്, വേർത്താവില്ല. പിന്നെ നമ്മൾ വേറെ വാങ്ങേണ്ടി വരും. വേറെന്ന് പറയുന്നത് ടോമി ആൻഡ് ഹിൽഫിഗറിൻ്റെ എനിക്ക് എല്ലാവർക്കും ഒരു അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇതൊരു സ്പ്രേ ആണ്, ബട്ട് സ്മെൽ വൈസിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, സ്മെല്ല് ഒട്ടും ഓക്കെ അല്ല. നമ്മൾ പ്രൈസ് റേഞ്ചിൽ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ വേർത്തും വേണം. ഇത് അങ്ങനെയല്ല. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയത്, ബട്ട്
അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഞാനിങ്ങനെ ഡ്രസ്സസൊക്കെ നമ്മൾ മടക്കി വെക്കുമല്ലോ, ഫോൾഡ് ചെയ്ത് വെക്കുമല്ലോ, ആ സമയത്ത് ഡ്രസ്സിനെ അടിച്ചു വെക്കും. അല്ലാണ്ടുള്ള നോർമൽ യൂസിന് ഞാൻ യൂസ് ആക്കില്ല. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഒരു വേറെ ടൈപ്പ് ഓഫ് സ്മെല്ലാണ് ഉണ്ടാവും. സ്മെല്ല് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇതൊക്കെയാണ് നമ്മൾ വർത്തി അല്ലാത്ത പ്രൊഡക്ട്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ പുതിയതായിട്ട് കുറേ ആൾക്കാർ ഇതേപോലെ കണ്ടിട്ടും അർബൻ യോഗിൻ്റെ ഒരു ബ്രസീലിയൻ ഫേസ് വാക്സ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റേസർ യൂസ് ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ, കുറേ കഴിഞ്ഞ് നമുക്ക് പിമ്പിൾസ് വരുമല്ലോ. അപ്പോൾ ഇതിലിതാ ഓക്കെ ടാബ്ലറ്റ് പോലെ സംഭവമുണ്ട്. പിന്നെ ഇത് എടുക്കാനുള്ളത് മീൻസ് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ വെച്ചിട്ടുണ്ട് നമ്മളത് ചൂടാക്കുക. ഇതിൽ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ചൂടാക്കണം. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല, അതാണ് മെയിനായിട്ടുള്ളത്. അതാണ് ഞാനൊന്നും പറയാത്തത്. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓക്കെ ആണ്, അടിപൊളിയാണെങ്കിൽ ഞാൻ എന്തായാലും റിവ്യൂ ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റും ചെയ്തോളൂ. എല്ലാതും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.